കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ MG പ്രതീക്ഷ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷ, ഗുഡ് മോർണിംഗ്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ DGP ആകുമോ? MG പ്രതീക്ഷ. ഉന്മേഷ്, ഇന്ന് രാവിലെ ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കും. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ റവാഡ ചന്ദ്രശേഖറിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. നിലവിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിലുള്ള സർവീസിലുള്ള റവാഡ ചന്ദ്രശേഖറിനോട് കേരളത്തിലെത്താൻ അനൌദ്യോഗികമായ ഒരു നിർദ്ദേശം നൽകിയതായി വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ റവാഡ ചന്ദ്രശേഖറിന്റെ പേരായിരിക്കും പ്രഖ്യാപിക്കുക. മറ്റൊരു പേരിലേക്ക് പോയാൽ UPSC ചുരുക്കപ്പട്ടികയിലുള്ള ഈ റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിർ അഗർവാളോ അല്ലെങ്കിൽ യോഗേഷ് ഗുപ്തയോ ആയിരിക്കും മറ്റ് പേരുകളായി വരുന്നത്. പക്ഷേ കൂടുതൽ സാധ്യത റവാഡ ചന്ദ്രശേഖറിന് തന്നെയാണ്. യോഗേഷ് ഗുപ്ത നേരത്തെ സർക്കാരുമായി ചില ഭിന്നതകളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കാൻ സാധ്യതയില്ല എന്നതാണ് പ്രധാനമായും അറിയാൻ കഴിയുന്ന കാര്യം. ഒരുപക്ഷെ ഈ UPSC പട്ടികയ്ക്ക് പുറത്തൊരു പേര് പരിഗണിച്ചാൽ അതിന് മനോജ് എബ്രഹാമിനുൾപ്പെടെ സാധ്യത ഉണ്ട്. എന്തായാലും രാവിലത്തെ മന്ത്രിസഭാ യോഗം കഴിയുന്നതോടുകൂടി തന്നെ പുതിയ സംസ്ഥാന മേധാവി ആരാണെന്ന് വ്യക്തമാകും. ഇന്ന് രാവിലെ 8:30 നിലവിലെ ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ വിടവാങ്ങൽ പരേഡ് ഉണ്ട്. പേരൂർക്കട SAP ക്യാമ്പിലാണ് ഷേഖ് ദർവേഷ് സാഹിബിന്റെ വിടവാങ്ങൽ പരേഡ് നടക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഔദ്യോഗിക യാത്രയപ്പ് ചടങ്ങ് നടക്കുന്നത്. എന്തായാലും ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഷേഖ് ദർവേഷ് സാഹിബിന് കൃത്യമായൊരു യാത്രയപ്പ് സർക്കാർ നൽകും. അതിന് പിന്നാലെ ഈ ഔദ്യോഗികമായി പുതിയ സംസ്ഥാന പോലീസ് മേധാവി ചുമതലയെടുക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാവിലെയോട് കൂടി തന്നെ ഒരു തീരുമാനമുണ്ടാകും. ഉന്മേഷ, വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് MG പ്രതീക്ഷാണ്.